ഹലോ ഗായ്സ്, ഇന്ന് ഒരു വീക്കെൻഡ് ആണ് കേട്ടോ. സാറ്റർഡേ ആണ്. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് എൻ്റെ ഫസ്റ്റ് ലേസർ ഹെയർ റിഡക്ഷൻ സെഷൻ ആണ് കേട്ടോ. നമ്മൾ ഓരോ രോമങ്ങളായിട്ട് പിഴുതെറിയാൻ പോവുകയാണ്. ഈ കംപ്ലീറ്റ് ജേർണി എനിക്ക് ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ട്, ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാൻ. അപ്പോൾ ഇതിന് പോണിക്ക് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു പെർഫ്യൂം എടുക്കുന്നുണ്ട്, പേഴ്സ് മുഖ്യം ബിഗിലെ, പിന്നെ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. LHR സെഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മളുടെ ലിപ് ബാം. എൻ്റെ ലിപ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണമായിരിക്കും ബാംഗ്ലൂരിൽ. പിന്നെ ഫോർ ദ റോഡ് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. മുടി വെച്ച് പിടിപ്പിക്കാൻ പോവുക. ഒരാള് രോമം വെച്ച് പിടിപ്പിക്കാൻ പോണു, ഒരാൾ രോമം എടുക്കാൻ പോണു. എന്തൊരു കോൺട്രഡിക്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ വൈഷുവിന്റെ GFC ട്രീറ്റ്മെന്റും ഇന്നാണ് കേട്ടോ തുടങ്ങണേ. അപ്പൊ പുള്ളിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ബ്ലഡ് ഡ്രോ ചെയ്യാൻ. എന്റെ മുഖത്ത് ഇവിടെ നല്ലൊരു പൂക്കളം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. ഇവിടെയൊക്കെയാണ് ഹെയർ ഗ്രോത്ത് കൂടുതലുള്ളത്. ആൻഡ് ഇവിടെയൊക്കെയാണ് നമ്മൾ ലേസർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞിരുന്നു അവർ കംപ്ലീറ്റ് ഗ്രോത്ത് ആയിട്ട് ആണ് ഫസ്റ്റ് ലേസറിന് വരേണ്ടത്. ബിക്കോസ് അവർക്ക് ബിഫോർ ഫോട്ടോ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ എന്തായാലും ഷേവ് ഒക്കെ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയാസ് ഷേവ് ചെയ്ത് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ലേസർ ചെയ്യാനുള്ള ഒരു ജെൽ അപ്ലൈ ചെയ്യും. കൂളിംഗ് ജെൽ എന്ന് പറയും. അതാണെങ്കിൽ നമുക്ക് അത്ര ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. പിന്നെ ഈ ലേസർ ചെയ്യുമ്പോൾ കണ്ണിലടിക്കാണ്ടിരിക്കാൻ ഒരു ഗോഗിൾസും വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതെങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രിക്കിംഗ് പോലെയാണ്. ലൈക്ക് കോൺസ്റ്റൻ്റ്ലി എന്തോ എടുത്ത് കുത്തണ പോലെയാണ്. ഇത്തിരി ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള സ്ഥലത്ത് അത്യാവശ്യം ഇത്തിരി വേദന കൂടുതലാണ്. അല്ലാത്ത സ്ഥലത്ത് അത്ര വേദന ഒന്നും ഇല്ല കേട്ടോ. ആദ്യം ഇത്തിരി ഹൈ ഇൻറ്റൻസിറ്റിയിൽ കൂടുതൽ ഗ്രോത്ത് ഉള്ളിടത്ത് ആദ്യം ലേസർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലേസർ മെഷീൻ കൊണ്ട് ഇങ്ങനെ ഓടിക്കും കേട്ടോ ഗ്രോത്തുള്ള എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇത്തിരി പൊള്ളണ പോലെ തോന്നണുണ്ടാവും. പക്ഷെ ആ ഒരു കൂളിംഗ് ജെല്ല് നമ്മൾക്ക് കാം ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതേ ട്രീറ്റ്മെന്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. എൻ്റെ ട്രീറ്റ്മെന്റ് അവിടെ കഴിയുന്ന സമയത്ത് വൈഷുവിന്റെ സെഷനും കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കുമായിരുന്നു വൈഷുവിനോട് പുള്ളിക്ക് വേദന എടുത്തോന്നൊക്കെ. വൈഷു എടുത്തിരിക്കുന്ന ഒരു ഹെയർ റീഗ്രോത്ത് പാക്കേജാണ് കേട്ടോ. ഇനി എന്താണ് പരിപാടി? അഹങ്കാരം. ആദ്യമുള്ള മുടി പോവാണ്ട് നോക്കിക്കോട്ടോ നീ. പാക്കറ്റ് റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ തന്നോളാം മുടി വളരുമ്പോൾ. ഓക്കെ. അങ്ങനെ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാനായിട്ടോ. സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് പോക്ക്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ട് രാത്രി. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഈ LHR സെഷനെ കുറിച്ചും GFCനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.